Hello guys, welcome back to another YT series. So, ഇന്നത്തെ ഈ സീരീസിനകത്ത് നമ്മൾ ഒരു ലെറ്റ്സ് പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ സീരീസിൽ നമ്മുടെ കൂടെ ഈ ജേണിക്കകത്ത് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ വേറെ ആരുമില്ല, നമ്മുടെ സ്വന്തം MK. തന്നെ നമുക്ക് വുഡ് കളക്ട് ചെയ്യണം. കുറച്ച് വുഡ് കളക്ട് ചെയ്ത് നമുക്ക് ഒരു വില്ലേജ് കണ്ടുപിടിച്ച് നമുക്ക് കുറച്ച് അയണൊക്കെ കണ്ടുപിടിക്കുക. അതൊക്കെയാണ് ഇന്നത്തെ ഒരു മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് കണ്ടുപിടിക്കുക, കുറച്ച് ഗിയറപ്പ് ആവുക, ഒരു അയൺ ടൂൾസിലോട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ആവുക. അത്രേ ഉള്ളൂ. നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? ഞാന് ഇവിടെ ഗുഹ നോക്കി മരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ല, മരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വുഡൻ ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വേണ്ടത് നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം. അപ്പം നമുക്ക് അഡ്വാൻസ്മെന്റ് കിട്ടിയിട്ടുണ്ട് സ്റ്റോൺ ഏജിലോട്ടായിരുന്നു. ഡേ കണ്ടില്ലെന്ന് തോന്നുന്നു. അയ്യോ ഓക്കെ, നീ ടൂൾസ് ഉണ്ടാക്കി, ഞാൻ ടൂൾസ് ഉണ്ടാക്കില്ല. ഞാൻ ജസ്റ്റ് ഈ പിക്കാക്സ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മുടെ MKക്ക് നമ്മുടെ അഡ്വാൻസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അയ്യോ ഗ്രീപ്പർ, അയ്യോ ഇത് സീരീസ് തുടങ്ങിയ ഞാനാണല്ലോ പേടിക്കുന്നത്. അതെ അതെ, സോറി, ഞാൻ അറിയാതെ മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിളിന് പകരം മറ്റേ ഇതെടുത്ത് വെച്ച് കൊടുത്തു. അതിന്റെ പേര് വുഡൻ പ്ലാങ്ക്സ് എടുത്ത് വെച്ച് കൊടുത്തു. ക്രാഫ്റ്റ് ടേബിൾ എടുത്ത് വെച്ച് ഓക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഫുഡ് വേണം. സൂര്യൻ അസ്തമിച്ച് വരുന്നു. സോ വി നീഡ് എ ബെഡ് ഉണ്ടാക്കണം. ഹലോ MK, പെട്ടെന്ന് വരൂ. ഗെയിമിനകത്തല്ല, നമ്മൾ ഭയങ്കര ലാഗാണ്. ഓ തേഞ്ഞ് എന്റെ ഹങ്കർ ബാർ തീർന്നു. എനിക്ക് സ്പ്രിന്റ് ചെയ്യാൻ പറ്റൂല ഇനി. One eternity later. വില്ലേജ് ഇങ്ങോട്ട് വാ. താഴെ വന്ന് ഉറങ്ങിട്ട് പോന്നീ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിയാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അയ്യോ അതല്ല, ഫസ്റ്റ് നൈറ്റ് അല്ല, നമ്മുടെ ഫസ്റ്റ് ഡേ കഴിയുന്നു. ഫസ്റ്റ് നൈറ്റ് കഴിയുമ്പോൾ വില്ലേജ് എന്നുള്ള ഗോൾ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ അടുത്ത ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ കണ്ടുപിടിക്കാനുള്ളതാണ്. യെസ്, അയൽക്കുളത്ത് തട്ടിയെന്ന് പറഞ്ഞ ഇത്ര പ്രതീക്ഷില്ല. അയൽക്കുളത്ത് ഞാനും അയൽക്കുളത്തിന് തട്ടിയടാ. ഓക്കെ, ഞാൻ അയൽക്കുളത്തിനെ തട്ടാൻ പോവാണ്. ഞാൻ അയൽക്കുളത്തിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടി, 4 അയൺ കിട്ടി. എടാ, നീ നമ്മൾ അഡ്വാൻസ്മെന്റ് ശ്രദ്ധിച്ചാ? നമ്മൾ പെട്ടെന്നായിരുന്നു സ്റ്റോണേജ് മോൺസ്റ്റർ ഹണ്ടർ, സ്റ്റോണേജ് നമ്മൾ പെട്ടെന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതുണ്ടായിരുന്ന ബൈ ദ വേ ഓപ്പണിൽ തന്നെ കുറെ അയൺ കിട്ടി ഗൈസ്. നമുക്ക് ഓപ്പണിൽ തന്നെ കുറെ അയൺ നിൽപ്പുണ്ട്. ഓവറാക്കണ്ട. അയണും കുറെ കോളും മൈൻഡ് ചെയ്തേക്ക്. സാധാരണ ആൾക്കാരൊക്കെ ഫസ്റ്റ് നമ്മള് സിംഗിൾ പ്ലെയർ ആണ് കളിക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഡബിൾ പ്ലെയർ മൾട്ടിപ്ലെയർ ആണ് കളിക്കുന്നത്.
ഓക്കെ, നമ്മളങ്ങനെ 35 അയൺ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ വേവിക്കാൻ പോകുന്നു. നമ്മളെ പോള വില്ലേജർ നമ്മൾ രണ്ടാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ 2 ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ അയണൊക്കെ എന്തായി കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. അയണിൽ ഞാൻ കുറച്ചും കൂടെ അയൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്റെ മോനെ 45 അയൺ ഗൈസ്. നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ 45 അയൺ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതേപോലെ നമുക്ക് ഓൾറെഡി ഒരു അയൺ പിക്ക് ഉണ്ട്. സോ നമുക്കിപ്പം ഐ തിങ്ക് നമ്മൾ രണ്ടുപേരും ഗിയർ അപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് എനിക്കറിയത്തില്ല. സീരീസ് തുടങ്ങുമ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് എനിക്കറിയത്തില്ല. സീരീസിന്റെ ഫസ്റ്റ് തുടക്കം കുറച്ച് വ്യൂസ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. 2 വ്യൂസ് കിട്ടിയാൽ മതി. ക്രിയേറ്റീവ് ആയിട്ടുള്ള ബിൽഡ്സ്, ഫാമുകള് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ കളിക്കേണ്ടതല്ല, എന്താണ് ഇനി അടുത്ത് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു കേവ്സിലൊന്നും ഇനി പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ മൗണ്ടെയിൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി കുറെ അയൺ കിട്ടാനുള്ള ചാൻസ്. 21 അയൺ കിട്ടി. സോ നമ്മളുടെ ഗിയർ അപ്പ് ചെയ്യാം. നമുക്ക് ഇനി നമ്മൾ സൂട്ടപ്പ് ചെയ്യാം ഗൈസ്. നമ്മുടെ മിസ്റ്റർ വൈദ്യുതിക്ക് എന്തൊക്കെ അഡ്വാൻസ്മെന്റ് കിട്ടിയിരിക്കുന്നതാണോ? ശരി, ഇപ്പോഴേ സ്യൂട്ടായി. ഇനിയുള്ള ബാക്കിയുള്ള അയൺസ് എല്ലാം നമ്മള് നമ്മുടെ MKയുടെ ഒരു സൂട്ടപ്പിനും ഐ മീൻ MKയുടെ ആർമറിനും ബാക്കിയുള്ള ടൂൾസ് ഉണ്ടാക്കാനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അന്നത്തെ ഗോൾ കഴിയണമെങ്കിൽ, അന്നത്തെ ഒരു ഫുൾ വീഡിയോയുടെ ആ ഒരു ഗോൾ കഴിയണമെങ്കിൽ നമുക്ക് ഇനി MKനും കൂടി കുറച്ച് സംഭവം വേണം. അതിനുവേണ്ടി സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ്. MKക്ക് നമുക്ക് ഇനി അടുത്ത സൂട്ടപ്പ് ചെയ്യണം. MKനെ നമുക്ക് എന്താ പറയാ, MKക്ക് ആർമർ ഉണ്ടാക്കി കൊടുക്കണം. സോ MKക്ക് ഒന്നുമില്ല ഗൈസ്. നമ്മളിപ്പോ സൂട്ടപ്പ് ആയിട്ടുണ്ട്, പക്ഷെ MKക്ക് ഒന്നുമില്ല. MKക്ക് നമുക്ക് സൂട്ടപ്പ് ചെയ്യാം. നമ്മൾ അങ്ങനെ 3 ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. 3 ദിവസം MK എന്നാ സൂട്ടപ്പ് എന്റെ പോ സൂട്ടപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് 1 ഇവിടെ തീരും ഗൈസ്. അങ്ങനെ നമ്മൾ ഗിയർ അപ്പ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. MKയും ഗിയർ അപ്പ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡിന്റെ ഗോൾസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് എപ്പിസോഡ് അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. സോ അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.